പിള്ളേരെ പോലെ കുമിള ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണോ? ചേച്ചിക്ക് നാണമില്ലേ? കൊച്ചു പിള്ളേരല്ലാത്ത ആളൊരു കുമിള ഉണ്ടാക്കി കാണിച്ചേ കാണട്ടെ. ഓ, അതാ ഇത്ര വലിയ പാട്. അയ്യോ, ഇതിലിപ്പോ അത്ര ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്തേ തോറ്റത്? തോറ്റിട്ടൊന്നുമില്ല. 1 മണിക്കൂർ നേരത്തെ പ്രാക്ടീസ്. ബലൂണിന്റെ അത്ര വലുപ്പത്തിലുള്ള കുമ്പള ഞാൻ ഉണ്ടാക്കി തരാം. ബലൂണിന്റെ അത്ര വലുപ്പത്തിൽ വാചകം മാത്രമുണ്ട്. എന്തിനാ പപ്പൂസെ പുളു അടിക്കുന്നത്? നമുക്ക് ആ കിളിയുടെ മുട്ട വിരിഞ്ഞോ നോക്കാം. വേണ്ട പപ്പൂസെ, ദിവസം ചെന്ന് തൊട്ടു നോക്കിയാൽ അത് വിരിയില്ല. അതൊക്കെ വിരിയുന്നേ. അല്ല കുട്ടി, മനുഷ്യരുടെ മണം അടിച്ചാൽ തള്ളക്കിളി പിന്നെ തിരിഞ്ഞു നോക്കില്ല. തള്ളക്കിളിയും തിരിഞ്ഞു നോക്കും, തന്തക്കിളിയും തിരിഞ്ഞു നോക്കും. ഇതിലൊന്നും രചിച്ച് എന്നെ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല കേട്ടോ. ഞാനേ ഇന്നലെ നല്ല കിളി വിരിഞ്ഞ് പറന്നു പോകുന്നത് കാണാൻ തുടങ്ങിയത്. ഓഹോ, എത്ര കിളി പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്? ഒരുപാട്. ഒരുപാടെന്ന് വെച്ചാൽ എത്രയാ? ഒരു 100 കിളി? 100 അല്ല. 1000 കിളി? 1,00,000 കിളി? ദോഷം ചെയ്യാനായപ്പോ എന്താ ഒരു ഉത്സാഹം? വിരിഞ്ഞോ പപ്പു? ഹായ്, തളുങ്ക് പോലെ ഉണ്ടല്ലേ? അയ്യോ, അതവിടെ വെക്കൂ പപ്പു. നാളെ വിരിയും. വിരിയുമ്പോ വിരിയട്ടെ. കുട്ടി അതവിടെ വെച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ടോ? എന്താ പപ്പു? അമ്മോ, അതാണ് മൂത്തോരുടെ ചൊല്ല് മുതുനെല്ലിക്കാന്ന് കേട്ടിട്ടില്ലേ? ഞാൻ പപ്പൂസിനോട് പറഞ്ഞില്ലേ കിളിക്കൂട് തികയാൻ പോകരുത്, ദോഷമാണെന്ന്. ഇപ്പൊ എന്ത് പറ്റി? കിട്ടിയില്ലേ? പപ്പൂസേ, റിസൾട്ട് എന്ത് വരും? അടുത്തറിയും. കോളേജിന്റെ പടി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവോ? അതൊക്കെ ചേച്ചി കണ്ടോ? ആഹാ, ഇന്ന് രവിചേച്ചിയുടെ മാമൻ ഭയങ്കര വാശിയിലാണല്ലോ. നീ എന്താ കാലത്ത് തന്നെ ഇവിടെ? മാമനത്ര ഇടിയിടിക്കുവാന്ന് എണ്ണുവാണോ? ഇവിടെ പറഞ്ഞോനെ, ഈ ചവിട്ടും കുത്തൊക്കെ ഒന്ന് മതിയാക്കി ഒന്നിങ്ങോട്ട് വന്നാട്ടെ. 10 മണിക്കുള്ള ബസ്സിൽ പോയാലേ നേരത്തെ കാലത്തെ പെൻഷനും വാങ്ങിച്ച് തിരിച്ചു വരാൻ നോക്കൂ. പറഞ്ഞേക്കാം. 10:30 12 മണിക്കുള്ള ബസ്സിൽ പോയാലും എന്റെ പെൻഷൻ എവിടെ ഇരിക്കും? നോക്കേ, ഇതേ പട്ടാളക്കാരന്റെ പെൻഷനാ. ഓ, തുടങ്ങി പുളുവടി. ഈ പുളുവടി നിർത്തിയിട്ട് ഒന്ന് വന്ന് കുളിച്ചാട്ടെ. ഞാൻ പുളു കളിക്കുന്നതിന് നിനക്കെന്താണ് ഈ ദണ്ണം? എനിക്കൊരു ദണ്ണവുമില്ല. പുളുവടി എപ്പോ വേണമെങ്കിലും ആകാം. പെൻഷനേ മാസത്തിലൊരിക്കലേ ഉള്ളൂ. അടിമോളെ,
കുട്ടി? ഇതാര് തന്നു? ചേട്ടന്റെ പേരെന്താ? ബാലൻ. ബാലൻ ചേട്ടൻ. എന്നിട്ട് എവിടെ? നീ നോക്കൂ. 6-ാം പ്രാവശ്യമാണ് ഞാൻ അവളിലേക്ക് ഒരു പാത വെട്ടിത്തെളിക്കാൻ ശ്രമിക്കുന്നത്. പാതയോ എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാൽ ഇപ്പോഴവളീ കീറി എറിഞ്ഞത് ഞാൻ അവൾക്ക് എഴുതുന്ന 6-ാമത്തെ എങ്കിൽ പിന്നെ ഈ പണി അങ്ങ് നിർത്തിക്കൂടെ എന്റെ ആശാനെ? നിർത്താൻ, എന്നിട്ട് എന്റെ ഈ വിലപ്പെട്ട യൗവനം പാഴാക്കി കളയാൻ. ലജ്ജാവ. അവള് പ്രേമിച്ചില്ലെന്ന് വെച്ചാൽ നിങ്ങളുടെ യൗവനം അങ്ങനെ പാഴാവും? അവള് പ്രേമിച്ചില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിക്കാനില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം, പിന്നെന്ത് യൗവനം? അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നമ്മളൊക്കെ ആണാന്നും പറഞ്ഞിങ്ങനെ നടക്കുന്നത്? ഹായ്, വന്നല്ലോ പിറന്നാൾ കുട്ടി. അവന്റെ ഒരു നോട്ടം കണ്ടോ? ഒരു തുള്ളി പായസം അവന് കൊടുക്കാൻ പാടില്ല. പിറന്നാളാ, പ്രായം പറയാൻ പാടില്ല. നീ തന്നെ അങ്ങോട്ട് കൊടുത്തരും മോളെ, അല്ലെങ്കിൽ അതിന് ഇനി അടിയും പിടിയും കത്തിരി ബഹളം. സാധ്യ ഒരു ഗ്ലാസ് സ്പൂൺ എടുത്തോട്ടോ. എത്ര പെട്ടെന്ന് കാലം പോകുന്നു. നാരായണ ചേച്ചി നിന്നെ പ്രസവിച്ചത് ഇന്നലെ പോലെ ഇരിക്കുന്നു. ചേച്ചി, ഇന്ന് ഉച്ചയ്ക്ക് ഇവർക്കെല്ലാം ഊണ് നമ്മുടെ വീട്ടില. ഞാനോ? അയ്യോ, സാറ് വരണ്ട. സാറിന് അവിടെ ബാക്കി ആർക്കും ഊണ് കിട്ടില്ല. അയ്യോ, ഇനി അതിന് മതി വഴക്ക്. എന്റെ രവി, നീ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. സ്വൈര്യം കിട്ടട്ടെ. അപ്പുറത്തെ സ്വന്തം മുന്നേ ഉണ്ട് കേട്ടോ. എന്നും ഇതുപോലെ പിറന്നാളുകൾ ഉണ്ടാവട്ടെ. എന്നിട്ട് ഞാൻ എളുപ്പം വയസ്സായിക്കോട്ടെ. കണ്ടോ ഒരു കുശുമ്പ്. സാറിനെ ഊണിന് ക്ഷണിക്കാനും കൂടിയാ ഞാൻ വന്നത്. ഇങ്ങനെയൊന്നും ക്ഷണിച്ചാലേ ഞാൻ വരില്ല. പിന്നെ എങ്ങനെയാ തമ്പുരാനെ ക്ഷണിച്ചോണ്ട് പോണ്ടേ? പല്ലക്ക് കൊണ്ടുവന്ന് എടുത്തോണ്ട് പോണമായിരിക്കും. പല്ലക്കിലോ മഞ്ചലിലോ തൂളിലോ എങ്ങനെയായാലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ വരണ്ട. പപ്പന്റെ കൊച്ചുനാളിലെ ഞാൻ കുറെ എടുത്ത് നടന്നിട്ടുണ്ട്. അറിയാമോ, ഞാൻ കൊച്ചായിരുന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി. പപ്പൂസിന് ഓർമ്മയുണ്ടോ? എനിക്ക് 6 വയസ്സ്, പപ്പുവിന് 2 വയസ്സ്. നമ്മളെല്ലാം കൂടി കുന്നിന്റെ മുകളിലുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ പോയി. എനിക്ക് പപ്പുവിനെ എടുക്കണം. പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കില്ല. ഒടുവിൽ ഞാൻ തൂക്കി എടുത്തു. പടി കയറുമ്പോഴുണ്ടല്ലോ ഞാൻ കിടക്കുന്ന 2ഉം കൂടി തടപെടാവെന്ന് എന്റെ ഒരു പല്ലട്ടം. അന്നൊക്കെ എന്ത് നല്ല കുട്ടിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ വരണേ. ഓൾറെഡി കണ്ടു കുഞ്ചു. കണ്ടു കുഞ്ചു. അങ്ങനെ കണ്ടാ പറ്റത്തില്ല. പൂച്ച ചാടിയത് കൊണ്ടാ കുഞ്ചു ചിരിച്ച.
വെച്ചത് പകുതിക്ക് മുകളില്, അടുത്തിട് താഴെ. ഇറങ്ങി വാ വെളിയില്. ആഹാ, മുണ്ടെടുത്ത വലിയ ആളായി പോകുമെന്നാണോ വിചാരം? അതൊക്കെ രജിച്ചേച്ചി നോക്കിക്കോ. കോളേജിൽ പോയി വരുമ്പോഴേക്കും ഞാൻ ആള് വേറെ ആയിരിക്കും. അതിനല്ലേ ദിവസവും 2 സ്പെഷ്യൽ മുട്ട. പിന്നെ ഞാൻ പപ്പുവിനൊരു ജോലി തരട്ടെ? എന്ത് ജോലി? പപ്പുവിന്റെ സൈക്കിൾ ഇരിക്കല്ലേ, ഒന്ന് ടൗൺ വരെ പോവാവോ? ആദ്യം എന്തിനാന്നറിയട്ടെ, എന്നിട്ട് പറയാം പോവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ഇന്ന് പറ്റിയില്ലെങ്കിലേ സാറിന് സൗകര്യമുള്ള ദിവസം എനിക്ക് ആ വള വാങ്ങിച്ചോണ്ട് തരണം. വളയോ? ഏത് വള? ഏത് വളയോ? ഹൈസ്കൂളിന്റെ അവിടെ ആ ജംഗ്ഷനിൽ പോവില്ലേ, അവിടെ കടയില് കുപ്പിവള കിട്ടും കേട്ടോ. 2 ഡസൻ വാങ്ങിക്കണം. ദാ ഇതാണ് സൈസ്. 1/2 ഡസൻ കറുപ്പ്, 1/2 ഡസൻ പച്ച, 1/2 ഡസൻ കടും ചുമപ്പ്, പിന്നെ 1/2 ഡസൻ പപ്പുവിന് ഇഷ്ടമുള്ള നിറം. ഏത് നിറമാ പപ്പുവിന് ഇഷ്ടം? രജിച്ചേച്ചിയുടെ നിറം.